വാർത്തകൾ വിശദമായി നമുക്ക് പരിശോധിക്കാം. അറ്റകുറ്റപ്പണിക്കായി കൊച്ചി പാലാരിവട്ടം മേൽപ്പാലം അടച്ചതിനെ തുടർന്ന് നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ബലക്ഷയമുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് പാലം ഒരു മാസത്തേക്ക് അടച്ചത്. ബലക്ഷയം സംബന്ധിച്ച സ്ഥിതിഗതികൾ വിലയിരുത്താൻ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ അല്പസമയത്തിനകം സ്ഥലം സന്ദർശിക്കും. നമ്മളോടൊപ്പം സജോ ദേവസിയും സഹിൻ ആന്റണിയും ചേരും ഈ വിശകലനത്തിനൊപ്പം. യഥാർത്ഥത്തിൽ പാലാരിവട്ടം ബൈപ്പാസിലെ ഈ ഫ്ലൈ ഓവറിന് എന്താണ് സംഭവിച്ചത്? പ്രേക്ഷകർ വിശ്വസിക്കില്ല. ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ തന്നെ വിള്ളലുകൾ രൂപപ്പെട്ട ഈ ഫ്ലൈ ഓവറിന് പഞ്ചവടിപ്പാലം എന്ന പേരാണ് ഏറ്റവും അനുയോജ്യം. ഈ ഘട്ടത്തിൽ എന്താണ് പാലാരിവട്ടത്തെ ഈ പഞ്ചവടിപ്പാലത്ത് സംഭവിച്ചത്? ഈ പാലാരിവട്ടത്തെ ഈ ഫ്ലൈ ഓവർ നമ്മൾ അതിനെ വിളിക്കുന്നത് പാലാരിവട്ടത്തെ പഞ്ചവടിപ്പാലം എന്നാണ്. ഇത് നിർമ്മാണം ആരംഭിക്കുന്നത് UDFന്റെ കാലത്ത്. പാലത്തിന്റെ നിർമ്മാണ മേൽനോട്ട ചുമതല വഹിച്ചത് റോഡ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള RBDCK. അതിൻ്റെ ഡിസൈനിൻ്റെ മേൽനോട്ടം വഹിച്ചത് കിറ്റ്കോ. ഇത് രണ്ടും സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളാണ് എന്നത് പ്രേക്ഷകർ ഓർമ്മിക്കണം. ഇതിൻ്റെ കരാർ പണി ഏറ്റെടുത്ത് നടത്തിയത് RDS പ്രൊജക്ട് ലിമിറ്റഡ് എന്ന ഡൽഹി ആസ്ഥാനമായ കമ്പനി. എത്രയായിരുന്നു തുകയെന്നോ? 47.7 കോടി രൂപ നിർമ്മാണ ചെലവാണ് അന്നുണ്ടായത്. നിർമ്മാണം നടക്കുന്നത് UDFന്റെ ഭരണകാലത്ത്. ഇബ്രാഹിം കുഞ്ഞ് PWD മന്ത്രിയായിരിക്കുന്ന സമയത്ത്, മുഹമ്മദ് ഹനീഷ് അതിൻ്റെ നിർമ്മാണ മേൽനോട്ടം വഹിക്കുന്ന ഉദ്യോഗസ്ഥനായിരുന്ന സമയത്ത്, റോഡ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരളയുടെയും കിറ്റ്കോയുടെയും മേൽനോട്ടത്തിൽ. എന്നിട്ട് എന്ത് സംഭവിച്ചു? 2016 നമ്മൾ അടുത്ത കാർഡിലേക്ക് പോകുന്നു. 2016 ഒക്ടോബർ മാസത്തിൽ ഉദ്ഘാടനം ചെയ്യാനുള്ള നിയോഗം പിണറായി വിജയൻ സർക്കാരിന്. 2016 ഒക്ടോബറിൽ പാലാരിവട്ടത്തെ പാലത്തിന്റെ ഉദ്ഘാടനം നടക്കുന്നു. 2 മാസത്തിനുള്ളിൽ 6 വിള്ളലുകൾ രൂപപ്പെടുന്നു ഈ ഫ്ലൈ ഓവറിൽ. പാലത്തിന്റെ ബലക്ഷയം ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 2018 അന്നത്തെ റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം നടത്തുന്ന റുട്ടീൻ പരിശോധനയിൽ. പാലങ്ങളുടെ ബലക്ഷയം പരിശോധിക്കാൻ വേണ്ടി റോഡ് ഹൈവേ ഗതാഗത മന്ത്രാലയത്തിന്റെ പരിശോധന നടക്കുന്നു. ആ പരിശോധനയിലാണ് ഉദ്ഘാടനം ചെയ്ത് 2 മാസം മാത്രം പ്രായമായ ഈ പാലാരിവട്ടത്തെ പാലത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും എന്ന നിഗമനത്തിലേക്ക് എത്തുന്നത്. ശേഷം എന്ത് സംഭവിച്ചു നോക്കാം. അതിനുശേഷം 2018 സെപ്റ്റംബറിൽ 2 വർഷം മാത്രം പ്രായമായ പാലത്തിൽ 6 വിള്ളലുകൾ കണ്ടതിനെ തുടർന്ന് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന്റെ പരിശോധനയിൽ അത് തെളിയുന്നതിനെ തുടർന്ന് അറ്റകുറ്റപ്പണികൾക്കായി പാലം അടച്ചിടണമെന്ന് തീരുമാനമാകുന്നു. പക്ഷേ തീരുമാനം നടപ്പാവുന്നില്ല. വികസിച്ചു വലുതാകുന്ന 6 വിള്ളലുകൾ അന്ന് കണ്ടെത്തിയിട്ടും സത്വര നടപടികളൊന്നും ഉണ്ടായില്ല. പാലം അടച്ചിടേണ്ടതില്ലെന്ന് തീരുമാനിച്ചത് റോഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് എന്നതും ശ്രദ്ധേയം. ആരുടെ മേൽനോട്ടത്തിലാണോ പാലം പണിതത് അവർ തന്നെ വികസിച്ചു പോകുന്ന പ്രൊപ്പഗേറ്റിംഗ് ആയിട്ടുള്ള വിള്ളലുകൾ വളരെ ക്രൂഷ്യലായിട്ടുള്ള ക്യാപ്പുകളിൽ കാണപ്പെട്ടിട്ടും പിയർ ക്യാപ്പുകളിൽ കാണപ്പെട്ടിട്ടും അത് ഗതാഗതത്തിനു വേണ്ടി തുറന്നു കൊടുക്കാൻ പര്യാപ്തമാണ് എന്ന നിഗമനത്തിലേക്കാണ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള എത്തിയത്. അതിനെ തുടർന്ന് സർക്കാർ ഗതാഗതം അവിടെ നിരോധിച്ചില്ല. വീണ്ടും വാഹനങ്ങൾ പ്രവേശിച്ചു അപകട നിലയിലായ ഈ പാലാരിവട്ടത്തെ ഫ്ലൈ ഓവറിലൂടെ. പകരം സാങ്കേതിക പഠനം നടത്താൻ ചെന്നൈ IIT ഏൽപ്പിച്ചു. ഗുരുതരമായ 6 വിള്ളലുകൾ നടന്നുവെന്ന് ഗതാഗത റോഡ് മന്ത്രാലയം കണ്ടെത്തിയിട്ടും സത്വര നടപടിയെടുക്കാതെ ഈ സർക്കാർ 8 മാസത്തേക്ക് കൂടി അത് ആ പാലത്തിന്റെ ആ വിള്ളലിന്റെ അവസ്ഥയിൽ തുടർന്നു. തെറ്റായ നിർമ്മാണ ഡിസൈൻ കിറ്റ്കോ അംഗീകരിച്ചു എന്നതാണ് ആരോപണം. ഇത് വെറും ആരോപണമല്ല. ചെന്നൈ IITയുടെ പഠനത്തിലും അത് തന്നെ പറയുന്നു. തെറ്റായ നിർമ്മാണ ഡിസൈനാണ് കിറ്റ്കോ അംഗീകരിച്ചത്. കോൺക്രീറ്റിൽ ആവശ്യത്തിന് സിമന്റും കമ്പികളും ഉപയോഗിച്ചിട്ടില്ല എന്ന് ചെന്നൈ IITയുടെ പഠന റിപ്പോർട്ട് വരുന്നു. 47 കോടി രൂപയുടെ കരാർ. എങ്ങനെയാണ് ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനി ഒരു ലാഭവിഹിതം ഉണ്ടാക്കിയത് എന്ന് ഈ പഠന റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നു. ആവശ്യത്തിന് സിമന്റും കമ്പിയും ചേർത്തിട്ടില്ല. ഡിസൈൻ തന്നെ ഫ്ലോ ആയിരുന്നു. പിയർ ക്യാപ്പുകളിലെ വിള്ളലുകൾ ഗൗരവകരമാണ്. അതുകൊണ്ട് തന്നെ അടിയന്തിരമായി അറ്റകുറ്റപ്പണികൾക്ക് ഇത് അടച്ചിടണം. 8 മാസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്താൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത്. പക്ഷേ അപ്പോഴും ഈ ഉദ്ഘാടനം കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ രൂപപ്പെട്ട വിള്ളലുകൾ, 2 വർഷത്തിനു ശേഷം കണ്ടെത്തിയ ബലക്ഷയം അതിനെ അന്നൊന്നും അംഗീകരിച്ചിരുന്നില്ല. പക്ഷെ ഏറ്റവും ഒടുവിൽ അംഗീകരിക്കാൻ ഈ സർക്കാർ നിർബന്ധിതമാവുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ നമുക്ക് പാലാരിവട്ടത്തെ ഈ പഞ്ചവടി പാലത്തിന്റെ ഈ ഗുരുതരമായ ഈ അവസ്ഥ, ഇതിൽ എത്രമാത്രം അഴിമതിയുണ്ട് എന്നതൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. വരുന്ന ദിവസങ്ങളിൽ അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്യും. പാലാരിവട്ടത്തെ ഈ പഞ്ചവടി പാലവും തൊട്ടു മുമ്പ് നമ്മൾ പൊളിക്കാൻ ശ്രമിച്ച നാഗമ്പടം പാലവും തമ്മിൽ ഒരു കമ്പാരിസൺ നടത്തിയാൽ അത് ശ്രദ്ധേയമാവും. കോട്ടയം നാഗമ്പടം പാലത്തിന് 64 വയസ്സാണ്. 1955
അന്ന് ഇപ്പോഴത്തെ മെട്രോമാൻ ശ്രീധരൻ അസിസ്റ്റന്റ് റെയിൽവേ എഞ്ചിനീയർ ആയിരിക്കുന്ന സമയത്താണ് കോട്ടയത്തെ ഈ നാഗമ്പടം പാലം നിർമ്മിക്കുന്നത്. അന്ന് ആരും ഈ പറയുന്ന വിള്ളലുകൾ കണ്ടെത്തിയില്ല. വിള്ളലുകൾ പോയിട്ട് ഇന്ന് അതിന് മാക്ലിങ്ക് എന്ന് പറയുന്ന കമ്പനി മൾട്ടിപ്പിൾ എക്സ്പ്ലോഷൻ നടത്തിയതിനെ പൊളിച്ചു കളയാൻ ശ്രമിച്ചിട്ടും അത് പൊളിഞ്ഞു പോയില്ല. 64 വയസ്സ് കഴിഞ്ഞിട്ടും പാലം നിർബന്ധിതമായും പൊളിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടും എക്സ്പ്ലോഷൻസ് വെച്ചിട്ടും ഡൈനാമിറ്റ് ഘടിപ്പിച്ചിട്ടും ഇതിനെ പൊളിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ പാലാരിവട്ടത്തിന്റെ പാലത്തിനെ പൊളിക്കാൻ ഡൈനാമിറ്റിന്റെയും ആവശ്യമില്ല, വെടിമരുന്നിന്റെ ആവശ്യമില്ല, മൾട്ടിപ്പിൾ ബ്ലാസ്റ്റിന്റെയും ആവശ്യമില്ല. സ്വയം ബ്ലാസ്റ്റായി പഞ്ചവടി പാലം എന്ന് തെളിയിച്ചു. വയസ്സ് 2.5 വയസ്സ് എന്നത് ഓർമ്മിക്കണം. ഒരു ഭാഗത്ത് 64 വയസ്സോടുകൂടി നാഗമ്പടം പാലം തല ഉയർത്തി നിൽക്കുന്നു, പൊളിക്കാൻ ശ്രമിച്ചിട്ടും പൊളിഞ്ഞു വീഴാതെ. മറുഭാഗത്ത് 2.5 വയസ്സ് മാത്രം പ്രായം ചെയ്യുന്ന പാലാരിവട്ടത്തെ പഞ്ചവടി പാലം സ്വയം പൊളിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. ഈ പാലത്തിന്റെ പേര് പഞ്ചവടി പാലം എന്ന് തന്നെയാണ് ചേരുക എന്നത് ഇതിനകം തന്നെ ബോധ്യമായിട്ടുണ്ടാവും പ്രേക്ഷകർക്ക്. ഇപ്പോൾ PWD മിനിസ്റ്റർ സുധാകരൻ സ്ഥലം സന്ദർശിക്കുന്നതിന് തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. പാലാരിവട്ടത്തെ ഈ ഫ്ലൈ ഓവർ സുധാകരൻ നേരിട്ട് സന്ദർശിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. റോഡ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരളയുടെ മേൽനോട്ടത്തിൽ, കിറ്റ്കോയുടെ ഡിസൈൻ മേൽനോട്ടത്തിൽ ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിച്ച കമ്പനി 47 കോടി രൂപയ്ക്ക് നിർമ്മിച്ച ഈ പഞ്ചവടി പാലം നിർമ്മിച്ച് 2 മാസത്തിനുള്ളിൽ വിള്ളലുകൾ പ്രത്യക്ഷപ്പെട്ടു എന്നതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. 2 വർഷങ്ങൾക്കു ശേഷം പഠനത്തിൽ ബലക്ഷയമുണ്ടെന്ന റിപ്പോർട്ടിനെ തുടർന്നും ഗതാഗതം നിരോധിക്കാതെ തുടർന്നു എന്നതാണ് ഏറെ വിസ്മയിപ്പിക്കുന്നത്. അതിന് നിർദ്ദേശം നൽകിയത് റോഡ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരളയാണ് എന്നതാണ് നമ്മളെ ഞെട്ടിക്കുന്നത്. സജോ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പാലാരിവട്ടത്ത് ഈ ഫ്ലൈ ഓവറിൽ തന്നെയുണ്ട് സജോ. ഇപ്പോൾ മിനിസ്റ്റർ സ്ഥലം സന്ദർശിക്കുകയാണ്. കിറ്റ്കോയുടെയും ഈ റോഡ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരളയുടെയും ഭാരവാഹികളും ഒപ്പമുണ്ടോ? അരുൺകുമാർ, ഇപ്പോൾ മന്ത്രിയോടൊപ്പം കിറ്റ്കോയുടെ പ്രതിനിധികളും റോഡ്സ് ആൻഡ് വിളിച്ചു വരുത്തിയിരുന്നു. പ്രാഥമികമായി ഇവിടെ പരിശോധന നടത്തുക, അതായത് അറ്റകുറ്റപ്പണികളുടെ പരിശോധന നടത്തുക എന്ന പ്രാഥമിക ലക്ഷ്യമാണുള്ളത്. ഈ 2 സ്ഥാപനങ്ങളുടെയും പ്രതിനിധികളെ മന്ത്രി ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. കിറ്റ്കോയുടെ പ്രാദേശിക ഓഫീസ് കൊച്ചിയിൽ തന്നെയുണ്ട്. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ പ്രതിനിധികളെയും ഇങ്ങോട്ടേക്ക് ജനപ്രതിനിധികളെയും അദ്ദേഹം ക്ഷണിച്ചിരുന്നു. പ്രധാനമായും കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം ഇക്കാര്യത്തിൽ പ്രാഥമികമായി തന്നെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന കാര്യം ബോധ്യപ്പെട്ടു എന്ന കാര്യം അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. നമുക്കറിയാവുന്നതുപോലെ 2.5 വയസ്സ് പ്രായം മാത്രമുള്ള ഒരു പാലമാണ് ഈ നിലയിൽ ഉള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. നഗരത്തിലെ ഗതാഗത കുരുക്ക് രൂക്ഷമായ കാര്യം നമുക്കറിയാം. 2016 ഒക്ടോബറിലാണ് പാലം തുറക്കുന്നതിന് തൊട്ട് സമീപത്ത് തന്നെ ഇടപ്പള്ളി പള്ളിയുടെയും ലുലു മാളിൻ്റെയും മധ്യത്തിൽ ഇതേ സമയത്ത് തന്നെ DMRC നിർമ്മാണം നിർവഹിച്ച പാലം, അതായത് KMRL വേണ്ടി DMRC നിർമ്മാണം നിർവഹിച്ച പാലം തൊട്ട് സമീപത്ത് തന്നെയുണ്ട്. 1 മാസത്തിന് ശേഷമാണ് ഈ പാലം ഒരു മാസത്തിന് ശേഷം മാത്രം ഗതാഗതത്തിന് തുറന്നുകൊടുത്ത പാലമാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ബലക്ഷയമോ മറ്റു പ്രശ്നങ്ങളോ അവശേഷിക്കുന്നില്ല. സമാനമായ പാലം തന്നെയാണ്. ഈ 2.5 വയസ്സിന് അകത്ത് ഇത്തരത്തിലുള്ളൊരു ബലക്ഷയത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നതാണ് ഗൗരവതരമായ പ്രശ്നം. ഈ കാര്യത്തിൽ കിറ്റ്കോയാണ് ഇതിൻ്റെ ഡിസൈൻ്റെ ഉപദേഷ്ടാക്കൾ, ഒപ്പം റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ് ഇതിൻ്റെ പ്രാഥമികമായി ഇതിൻ്റെ ഉപദേഷ്ടാക്കൾ. പ്രധാനമായും ഈ കാര്യത്തിൽ പാലത്തിൻ്റെ നിർമ്മാണത്തിൽ വീഴ്ച സംഭവിച്ചു ചെന്നൈ IIT ആണ് ഇതിൻ്റെ ബലക്ഷയം സംബന്ധിച്ച പഠനം ഏറ്റവും ഒടുവിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി നടത്തിയത്. ഇതിൻ്റെ പിയർ ഗ്യാപ്പുകളിലെ വിള്ളലുകൾ മാത്രമല്ല, ഇതിൻ്റെ ക്വാളിറ്റി, നിർമ്മാണത്തിലെ ക്വാളിറ്റി, അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചതിലെ ക്വാളിറ്റിയിൽ തന്നെ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. തിരക്കിട്ടാണ് ഈ നിർമ്മാണം പൂർത്തീകരിച്ചത്. അത് താല്പര്യം എന്താണ് എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മന്ത്രി നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ആ തരത്തിലാണ് ചെന്നൈ IITയുടെ പഠന റിപ്പോർട്ട് ഉള്ളത്. നിലവിൽ പാലം പൊളിച്ചു കളയണമോ അതോ അറ്റകുറ്റപ്പണി നടത്തിയാൽ മതിയോ എന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണ് സംസ്ഥാന സർക്കാർ ചെന്നൈ IITയോട് ചോദിച്ചത്. ചെന്നൈ IIT പറഞ്ഞത് ഇത് അറ്റകുറ്റപ്പണി നടത്തി ബലപ്പെടുത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം, അത്തരത്തിലുള്ള റിപ്പോർട്ടാണ് നൽകിയത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിലവിലെ അറ്റകുറ്റപ്പണിക്ക് ചെന്നൈ IIT ആണ് മേൽനോട്ടം വഹിക്കുന്നത്. ഏതാണ്ട് ഈ പിയർ ഗ്യാപ്പുകളിലെ വിള്ളലുകൾ ഉൾപ്പെടെ അവിടെയാണ് പ്രധാനമായും ഈ പിയർ ഗ്യാപ്പിലുള്ള വിള്ളലുകൾ. പൂർണ്ണമായും ഈ പാലത്തിലെ എല്ലാ പിയർ ഗ്യാപ്പുകളും പുതിയ രീതിയിൽ ഈ
അറ്റകുറ്റപ്പണി നടത്താനുള്ള തീരുമാനം ഇതിനകം തന്നെ എടുത്തിട്ടുണ്ട്. ഒപ്പം കൂടുതൽ ഗ്രൗട്ട് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടികളുണ്ട്. ഒപ്പം ഈ പില്ലറുകളുടെ ബലക്ഷയം സംബന്ധിച്ച പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. അതും സാങ്കേതികമായി മന്ത്രി പോകുന്നതിന് മുമ്പ് മന്ത്രിയിൽ ചിലപ്പോൾ നമ്മളോട് പ്രതികരിക്കാനും സാധ്യതയുണ്ട് ഈ വിഷയത്തിൽ. ഇന്നലെ തന്നെ വിജിലൻസിനെ ഈ വിഷയം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഈ വിഷയം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് മന്ത്രി പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മന്ത്രി എന്താണ് പറയുന്നത് നമുക്ക് കേൾക്കാം. ഞാൻ വളരെ പെട്ടെന്ന് സജുവിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ സഹിൻ ആന്റണി ചേരുന്നുണ്ട് പാലത്തിന് സമീപത്ത് നിന്നും. മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരും കൂടെ സഹിനോടൊപ്പം ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സഹിൻ ആന്റണി, കേരളം അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ ഒരു ഉദാഹരണമായി ഈ പാലാരിവട്ടത്തെ ഈ പഞ്ചവടി പാലം മാറിക്കഴിഞ്ഞു. 2.5 വയസ്സുകൊണ്ട് 6 വിള്ളലുകൾ മാത്രമല്ല, പിയർ ഗ്യാപ്പുകളിലെ വിള്ളലുകളടക്കം ബലക്ഷയമുണ്ട് എന്ന് ചെന്നൈ IIT ഇതിനകം തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്താണ് അവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇതിനോടുള്ള പ്രതികരണം? അരുൺ, അല്പനേരം മുൻപാണ് മന്ത്രി ഇപ്പോൾ ഈ പാലം സന്ദർശിക്കാനെത്തിയത്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക പ്രവർത്തകരും മന്ത്രിയുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലത്തിന് നേരെ താഴെയാണ്. ഈ വഴിയായിരുന്നു നേരത്തെ വാഹനങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇവിടെ പൂർണ്ണമായി അടച്ചിരിക്കുന്നു. മറ്റ് വഴികൾ ആളുകൾ തിരഞ്ഞെടുക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക്, ഗതാഗത കുരുക്കും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇത്തരത്തിലുള്ള കുരുക്ക് 3 കുരുക്കുകൾ കടന്നു വേണം ഒരുപക്ഷെ ജനത്തിന് ഈ എറണാകുളത്തിൻ്റെ അല്ലെങ്കിൽ എറണാകുളം നഗരം വിടാൻ വേണ്ടി എന്ന് പറയേണ്ടി വരും. കാരണം കുണ്ടന്നൂര് പാലം പണി നടക്കുന്നതുകൊണ്ട് തന്നെ വലിയ തടസ്സമാണുള്ളത്. വൈറ്റ്ലയിലും ഒരു തടസ്സം നേരിടുന്നുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ പാലാരിവട്ടത്തും വലിയ തടസ്സം തന്നെയാണ് ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് 1 മാസത്തോളം ഇതിൻ്റെ ഈ ഗതാഗത കുരുക്ക് തുടരുമെന്ന് തന്നെ അറിയാൻ കഴിയുന്നു. മന്ത്രി വന്നതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള നേതാക്കളുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ അടക്കം പ്രാദേശിക നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ എല്ലാ പ്രതികരണം നമ്മൾക്ക് അറിയേണ്ടതുണ്ട്. നിങ്ങളെല്ലാം ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ അടക്കം പ്രവർത്തകരാണെന്ന് തോന്നുന്നു. എന്താണ് ഈ ഒരു പാലം ഇങ്ങനെ പൊളിച്ചിട്ടിട്ട് നിങ്ങൾ ആരും പ്രതികരിക്കാത്തത് എന്തുകൊണ്ടാണ്? പ്രതികരിക്കാത്തതുകൊണ്ടല്ല, നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ നമ്മളൊരു സമരവുമായി മുന്നോട്ട് പോകാനുള്ള ആധികാരികമായ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ വെക്കണ്ടെന്ന് വിചാരിച്ചത്. എങ്കിലും ഞങ്ങൾ മേലധികാരികളുമായിട്ട് എല്ലാവരോടും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. ശക്തമായ സമരവുമായി ഇനി ഇതിന് മുന്നോട്ട് പോകണമെന്നാണ്. ഈ സമരം ആർക്കെതിരെയാണ് എന്ന് കൂടി ചോദിക്കൂ സഹിൻ. അന്ന് PWD മന്ത്രിയായിരുന്ന ഇബ്രാഹിം കുഞ്ഞിനെതിരാണോ സമരം ചെയ്യുന്നത് എന്നുകൂടി ചോദിക്കണം സഹിൻ. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ നോക്കിയിട്ട് ചെയ്യും. സ്വാഭാവികമായി ഈ പാലം പണി ആരംഭിച്ചത് ഇബ്രാഹിം കുഞ്ഞിന്റെ കാലത്താണ്. അതുകൊണ്ട് തന്നെ ഈ അഴിമതി അല്ലെങ്കിൽ ഈ പാലം അഴിമതി നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെയാണെങ്കിൽ UDF-നും അല്ലെങ്കിൽ ഇബ്രാഹിം കുഞ്ഞിനും ഇതിൽ ഒരു പങ്ക് വരില്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മുടെ കരാർത്ത വ്യക്തികൾക്ക് നമ്മൾ ഫണ്ട് അനുവദിക്കുക, അതുമാത്രമുള്ള സർക്കാരിൻ്റെ ഉത്തരവാദിത്വം. അത് തന്നെയാണ് നമ്മുടെ പൊതുമരാമത്ത് മന്ത്രിയും MLA-യും ചെയ്തിരുന്ന പരിപാടി. അത് വളരെ വളരെ കുറവായിട്ടാണ് ഉപയോഗിച്ചത്. അതിൻ്റെ അക്സെപ്റ്റബിൾ ലെവൽ ഉപയോഗിച്ചിട്ടേ ഇല്ല. മൂന്നാമത് വന്നത് എന്താ പറയുന്നത്, ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഡിഫ്ലക്ഷൻ 26 പോയിന്റ് വേണ്ടതിന് 67 പോയിന്റ് ഡിഫ്ലക്ഷൻ അനുവദിച്ചു. ദാറ്റ് ഇസ് എക്സസീവാണ്. അതിൻ്റെ ഫലമായി പ്രശ്നമുണ്ടാവും. പിന്നെ വരെ ചൂണ്ടിക്കാണി 4-ാമത്തെ കാര്യം, ക്രാക്കിൻ്റെ പോയിന്റ് 0.2 വരെ ആകാം. അതാരും കാണത്തില്ല. ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ വിള്ളലല്ല, വിള്ളൽ ക്രാക്കാണ്. ഇതിൻ്റെ ഒരു അകൽച്ചയുടെ പ്രശ്നമാണ്. അല്ലേ മാനേജർ, ജനറൽ മാനേജറോടെ വിളിച്ചോ. വേണ്ട, മദ്രാസ് IIT-യോട് തന്നെ ചോദിക്കാം. IIT ഇവിടെ ശരിയായ പഠനങ്ങൾ നടത്താത്തത് മാത്രമാണ് അതിൻ്റെ ഒരു പ്രശ്നത്തിന് കാരണമായിട്ട്. അല്ല, ഡിഫ്ലക്ഷൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു. വാട്ട് ഇസ് ഡിഫ്ലക്ഷൻ? ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു നമ്മുടെ ഗാഡറിൻ്റെ ഇതനുസരിച്ചിട്ട് 2.5 mm ആണ് ഡിഫ്ലക്ഷൻ വരാൻ പാടുള്ളൂ. ഇത് 2.5 mm പകരം ഇത് ഇവിടെ കാൽക്കുലേഷൻ അനുസരിച്ച് 40 mm ഡിഫ്ലക്ഷൻ വരുന്നു. അപ്പോൾ അത് എക്സസീവ് ഡിഫ്ലക്ഷൻ വന്നതാണ് ഇതിനകത്തൊരു. ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ അല്ലല്ല, സാഗിങ് ഗാഡറിൻ്റെ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഗാഡർ ഇങ്ങനെ ഇരിക്കുന്നത് അത് ലോഡ് വരുമ്പം സാഗ് ചെയ്യും ഒരു സ്ഥലം. അതാണ്
അത് സാഗ് ചെയ്യേണ്ട അളവിനേക്കാൾ അങ്ങനെ കൂടുതൽ കൂടുതലാണ് അളവ്. 2.5 പകരം 40. അല്ല 2.5 പകരം 40 അല്ല, 25 പകരം 40 MM-ൽ. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞത് 58 ഇല്ലല്ലോ 5 അതാണ് ഈ ലെവൽ ഡിഫറൻസ്. ലെവൽ ഡിഫറൻസ് അത് രണ്ട് ഗേർഡിൽ തമ്മിലുള്ള ഗ്യാപ്പ് അല്ലേ? അതും ലെവൽ ഡിഫറൻസിന്റെ കാരണമാണ്. ഗ്യാപ്പല്ല, ഡിഫ്ലക്ഷൻ. അതായത് M35 ആണ് ഇതിനെ അനുവദിക്കേണ്ടിയിരുന്ന ഡിഫ്ലക്ഷൻ്റെ ബേസ് എങ്കിൽ അവർ M22 ചെയ്തുള്ളൂ. അതായത് അത് കുറച്ചുകൂടി ഒരു മലയാള ഭാഷയിൽ പറഞ്ഞാൽ 3.5 കിലോമീറ്റർ ശക്തി കിട്ടണം. അങ്ങനെയാണ് ശക്തിയെ കിലോമീറ്റർ കിലോമീറ്റർ അല്ല KG ആണ്, അളവാണ്. 3.5 kg ശക്തി കിട്ടുന്നിടത്ത് 2.2 kg ആയി ശക്തി കുറച്ച് കളഞ്ഞു. അതാണ് ഈ 35. നിർമ്മാണത്തിലെ അപാകത കാരണം ബലക്ഷയം സംഭവിച്ചുവെന്ന് ചെന്നൈ IIT-യുടെ പഠനമാണ് ഇപ്പോൾ മന്ത്രി ജി സുധാകരൻ മാധ്യമങ്ങളിൽ പറയുന്നത്. പാലത്തിന്റെ ബലക്ഷയത്തിന്റെ പഠനം മാത്രമാണ് നടത്തിയത് ചെന്നൈ IIT. കിലോ ശക്തി കുറച്ചു. 3.5 kg അനുവദിക്കേണ്ടിടത്ത് 2.5 kg ഉള്ളൂ. കിലോ ശക്തി തന്നെ കുറച്ചു. സ്വാഭാവികമായിട്ടും 3.5 kg അനുവദിച്ചാൽ 26.25 മില്ലിമീറ്റർ ഡിഫ്ലക്ഷൻ വരുള്ളൂ. പക്ഷേ നിലവിൽ ശക്തി കുറച്ചപ്പോൾ പാലാരിവട്ടത്തെ പഞ്ചവടി പാലത്തിന് സംഭവിച്ചിരിക്കുന്നത് ബലക്ഷയമാണ്. ആ ബലക്ഷയം സംഭവിച്ചത് നിർമ്മാണ പ്രവർത്തനത്തിലെ അപാകത മൂലമാണ് എന്ന ചെന്നൈ IIT-യുടെ പഠനമാണ് ഇപ്പോൾ ജി സുധാകരൻ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നത്. 47 കോടി രൂപയ്ക്ക് 2016 ഉദ്ഘാടനം ചെയ്യപ്പെട്ട മാസങ്ങൾക്കുള്ളിൽ തന്നെ വിള്ളലുകൾ വരികയും പിയർ ഗ്യാപ്പുകളിൽ വലിയ വിള്ളലുകൾ കാണുകയും ചെയ്തത് ഗുരുതരമായ ഒരവസ്ഥയാണ്. വിജിലൻസിന്റെ അന്വേഷണത്തിന് വേണ്ടി ഉത്തരവിട്ടിട്ടുണ്ട് എന്നാണ് ജി സുധാകരൻ പറയുന്നത്. സംസാരിച്ചു. അപ്പോൾ ഉത്തരവാദികളെ കണ്ടുപിടിക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കണ്ടുപിടിക്കണം, വേഗം നടപടി എടുക്കാൻ പറഞ്ഞു. അദ്ദേഹം കൂടെ നിർദ്ദേശിച്ചനുസരിച്ചാണ് ഇന്നലെ വൈകിട്ട് 7 മണിക്ക് തന്നെ വിജിലൻസ് എൻക്വയറിക്ക് ഉത്തരവിട്ട് കൊടുത്തു. ഇപ്പോൾ രാവിലെ കൈമാറിയിട്ടുണ്ട്, ഫയൽ കൈമാറി. അത് ചെയ്തുകൊണ്ട് വരും. വിജിലൻസ് ഉത്തരവ് ഞാനാണല്ലോ ഇറക്കേണ്ടത്. അല്ലല്ല, പോലീസ് വിജിലൻസ്. ഡിപ്പാർട്ട്മെന്റ് വിജിലൻസ് ഇതിന് വേണ്ട. നമ്മുടെ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ അവർക്കാണ്. റെക്കമെൻഡ് നമ്മൾ റെക്കമെൻഡ് ചെയ്താൽ മതിയല്ലോ. വകുപ്പ് മന്ത്രിമാർ റെക്കമെൻഡ് ചെയ്താൽ പിന്നെ അതിൻ്റെ ഒരു ഉത്തരവ് അവരവിടുത്തെ അതിൻ്റെ IG ഇറക്കിക്കോളൂ. അതൊക്കെ അവരിറക്കിക്കോളൂ. അവരുടെ അവിടെ വരുമല്ലോ. പിന്നെ ഇതിന് ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി RBDC-ക്ക് അല്ലേ, പ്രൈവറ്റ് കമ്പനി അല്ലേ മറ്റേത് ചെയ്ത്? RBDC-ക്ക് അല്ലേ മേൽനോട്ടം? RDS അല്ല, അത് കോൺട്രാക്ടിങ് കമ്പനിയുടെ പേര് RDS, മറ്റേത് RBDC. RBDC-ക്കാണല്ലോ ഉത്തരവാദിത്വം. ഉറപ്പാണല്ലോ ഉത്തരവാദിത്വം RBDC-ക്കെന്ന് മന്ത്രി ജി സുധാകരൻ. കുറേ ഉദ്ഘാടനം നടന്നു, ഓരോ കെട്ടിടങ്ങളും മുറിവുകളൊക്കെ. ഇതിനൊക്കെ മൊത്തത്തിലൊരു അപകടമുണ്ടോ? എങ്ങനെയാണ്? അല്ല, അത് കുറേ പ്രശ്നം. ഇപ്പം DPR തയ്യാറാക്കാതാണെന്ന് നമ്മുടെ വൈറ്റിലെ ഉദ്ഘാടനം ചെയ്തു നിർമ്മാണം. DPR പോലും ഇല്ല, ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് അത് നമ്മൾ കറക്റ്റായിട്ട് ഇപ്പോൾ ചെയ്യുകയാണ്. അതെ, അത് DPR ഇല്ലല്ലോ, അങ്ങനെ പരിപാടിയേ ഇല്ല, ബഡ്ജറ്റും ഇല്ല. അതിലേക്ക് കിടക്കുന്നില്ല. ഇതൊരു പൊളിറ്റിക്കൽ എൻക്വയറി അല്ല. അത് ഞാൻ പറഞ്ഞത്. ഓരോ കാലത്തും ഉത്തരവാദിത്വം വഹിച്ചവർക്ക് മേൽനോട്ടത്തിന് ഉത്തരവാദിത്വമുണ്ട്. അതവർ വഹിച്ചില്ല എന്നുള്ളത് വ്യക്തമാണല്ലോ ഇതിൽ നിന്ന്. അതുകൊണ്ട് അതിനകത്ത് ഇന്നാരും കുറ്റക്കാരനാണെന്ന് പറയാനൊക്കെ. പക്ഷേ ഇതിലടങ്ങിയത് എഞ്ചിനീയേഴ്സ് മുഴുവൻ റെസ്പോൺസിബിളാണ്. ദ ഹോൾ എഞ്ചിനീയേഴ്സ് ആൻഡ് കിറ്റ്കോ ആൻഡ് അവർ റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷൻ ഫുള്ളി ഉത്തരവാദികളാണ്. പിന്നെ ഇതിപ്പോൾ ഞാനാണ് ചെയ്യുന്നത്. ഞാൻ 2 മാസത്തിൽ ഒരിക്കൽ ഏതൊരു കൺസ്ട്രക്ഷൻ റിവ്യൂ അങ്ങ് നടത്തും. അപ്പോൾ നടത്തി പോകുമ്പോൾ നമുക്ക് ഡിഫക്ട്സ് ഒക്കെ അറിയാം. അതൊന്നും നടത്തിയിട്ടില്ല. ആ 2 വർഷക്കാലം കാര്യമായ ഇതൊന്നും നടന്നിട്ടില്ല. അങ്ങനെ ഒരു സമ്പ്രദായം വന്നില്ല. PWയിൽ അന്ന് റിവ്യൂ എന്ന പരിപാടിയില്ല. അത് പൊതുവേ അന്ന് കണ്ടത് എന്താ പറയുന്നത്, റിവൈസ്ഡ് എസ്റ്റിമേറ്റിന് വേണ്ടി മാത്രമാണ് കൂടിക്കൊണ്ടിരുന്നത്. എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യണം ഇടയ്ക്കിടെ. അപ്പോൾ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ട്. അതിന് ഒരുപാട് കൂടിയിട്ടുണ്ട്. പക്ഷേ ഇത് വേണ്ടത് നടന്നിട്ട്. അതുകൊണ്ട് ഇപ്പോൾ ആരെങ്കിലും പൊളിറ്റിക്കലായി കുറ്റം പറയാനൊന്നും ഇപ്പോൾ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടില്ല. അതല്ല ഉദ്ദേശിക്കപ്പെടുന്നത്. ഇത് ആവർത്തിക്കാൻ പാടില്ല. ഈ 1 മാസത്തെ അറ്റകുറ്റപ്പണിക്ക് ശേഷം ഇത് എങ്ങനെ പരിഹരിക്കാനാണ്? അറ്റകുറ്റപ്പണി മാത്രമല്ല, റീഹാബിലിറ്റേഷനാണ്. അറ്റകുറ്റപ്പണി ചെറിയ കാര്യമാണ്. ഇത് റീഹാബിലിറ്റേഷനാണ്. അതായത് ഈ പാലം പുനഃസ്ഥാപിക്കുകയാണ്. റീഹാബിലിറ്റേഷൻ. നമ്മുടെ ഒരു വീട്ടുകാരെ ഇവിടുന്ന് മാറ്റി വേറൊരിടത്ത് പാർപ്പിക്കല്ലേ.
അതുപോലെ അതിൻ്റെ കൂടെ റിപ്പയർ ഉണ്ടെന്നുള്ളത് ശരിയാണ്. റീഹാബിലിറ്റേഷനാണ് മെയിൻ. റീഹാബിലിറ്റേഷൻ ആണോ അത് പറയാൻ പറ്റില്ല, അത് പറയാൻ പറ്റില്ല. അത് അവർ IIT തരുന്ന ബില്ല് കൊടുക്കാന്നുള്ളതല്ല, അവർ കള്ള ബില്ലൊന്നും തരില്ല. അത് നമ്മൾ അതുപോലെ കൊടുക്കാം, ഒരു പ്രശ്നമില്ല. അവരാകുമ്പോൾ അതിന് ടെൻഡർ ഒന്നും വേണ്ട, ഭീമമായ തുകയൊന്നും വരില്ല. ഇതിപ്പോൾ ആകെ കൂടി 47 കോടിയായിരുന്നു അടങ്കൽ. ശരിക്കും 37 കോടിയുടെ ജോലിയാണ് അവർ ചെയ്തത്. അതിൽ 34 കോടിയും കൊടുത്തു. അവസാനം കൊടുക്കത്തുള്ളൂ, മുഴുവൻ കൊടുക്കത്തില്ല. കാരണം ഇവർ അതിന് കംപ്ലീറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഒന്നും വാങ്ങിയില്ല. കുറച്ച് വർക്ക് ഇവർ ചെയ്യാനുണ്ടായിരുന്നു, ചെറിയ വർക്കുകൾ. അതുകൊണ്ടാണ് 4 കോടി ഇരിക്കുന്നേ ഉള്ളൂ. അത് തീരുമ്പം അത് കൊടുക്കും. അല്ലെങ്കിൽ ഈ വർക്ക് ഇപ്പോൾ അവർ ചെയ്യണ്ടേ, അതിൽ നിന്ന് നമുക്ക് പിന്നെ ഈടാക്കാമല്ലോ. അഡീഷണൽ അവർ ചെയ്തോളൂ. പാലാരിവട്ടത്തെ ഈ ഫ്ലൈ ഓവർ സംബന്ധിച്ച ക്രമക്കേടിന്റെ ഉത്തരവാദിത്വം റോഡ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് എന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ നല്ല സ്ഥാപനമാണ്. ശ്രീധരൻ വലിയ മഹാനായ ആളാണ്, സംശയം. നിലവിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം അറ്റകുറ്റപ്പണികളല്ല നടക്കുന്നത്, പുനഃസ്ഥാപന പ്രവർത്തനം നടത്താൻ ചെന്നൈ IIT ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് ജി സുധാകരൻ പറയുന്നത്. നടന്നത് ഗുരുതരമായ അഴിമതിയാണെന്നും ക്രമക്കേടിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയെ നിയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രി ജി സുധാകരൻ നമ്മളോട് പറഞ്ഞു. ഇതാണ് പാലാരിവട്ടത്തെ ഫ്ലൈ ഓവറിൽ സംഭവിച്ചത്. അതിന്റെ ഏറ്റവും പുതിയ വാർത്തയാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജി സുധാകരൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അങ്ങനെ പാലാരിവട്ടത്തെ ആ ഫ്ലൈ ഓവറിന് പഞ്ചവടിപ്പാലം എന്ന പേര് അന്വർത്ഥമാവുന്നു. മന്ത്രി തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു. ഉത്തരവാദിത്വം റോഡ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള, അവരാണ് മേൽനോട്ടം വഹിച്ചത്. അവർക്ക് ആ ഉത്തരവാദിത്വമുണ്ട്. RDS എന്ന് പറയുന്ന സ്വകാര്യ സ്ഥാപനത്തിന് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. നിലവിൽ ചെന്നൈ IIT ആണ് അതിൻ്റെ പുനഃസ്ഥാപന കർമ്മം നിർവഹിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്നതെന്നും മന്ത്രി സുധാകരൻ നമ്മളോട് പറഞ്ഞു. വളരെ